ഹായ് ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടീച്ചറിന് മക്കളൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതെയല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ നോക്കുമ്പോൾ റോഡിൽ കൂടി ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കയ്യും വീശി നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. മോളുടെ പപ്പ നടക്കാൻ പോകാറുണ്ടോ? എന്തിനാണ് മക്കളെ? എന്തിനാണ് അവർ കയ്യും വീശി നടക്കുന്നത്? ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടാൻ അല്ലേ, മനസ്സിന് നല്ല സന്തോഷം കിട്ടാനും. അതുപോലെ നമുക്ക് ഇന്നെല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടി ഒന്ന് കളിച്ചാലോ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഒക്കെ കിട്ടാൻ നമുക്കൊന്ന് കളിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? അതെയല്ലേ. ആദ്യം ടീച്ചർ ഒരു പാട്ട് പാടാം, അതിനുശേഷം ടീച്ചർ അത് കളിച്ചു കാണിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കളിക്കണം. എല്ലാവരും റെഡിയല്ലേ? ടീച്ചർ പാടുന്നേ. അമ്പലത്തിൽ ഉത്സവത്തിനു ചെണ്ടമേളം കേൾക്കാം, ടിണ്ടക ടിണ്ടക ടിണ്ടകതോ ടിണ്ടക ടിണ്ടക ടിണ്ടകടോ. കുന്നിൻ മുകളിലെ പള്ളിയിൽ നിന്നും ബാൻഡുമേളം കേൾക്കാം, ബും 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 ബും. താഴ്വാരത്തിലെ പള്ളിയിൽ നിന്നും ദഫുമുട്ടു കേൾക്കാം, ധപ് 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 ധപ്. എല്ലാ മേളവും ഒത്തുചേർന്നാൽ ഇമ്പമുള്ള മേളം, ടിണ്ടക ടിണ്ടക ടിണ്ടകടോ ബം ബും ബും ധപ് ധപ് ധപ്. മക്കൾക്ക് പാട്ട് ഇഷ്ടമായോ? ടീച്ചർ ഇത് നമ്മൾ എങ്ങനെയാണ് കളിക്കുന്നത് കാണിച്ചു തരാം. ഈ പാട്ട് പാടി നമുക്കൊന്ന് വ്യായാമം ചെയ്താലോ? ടീച്ചർ കളിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അമ്പലത്തിൽ ഉത്സവത്തിനു ചെണ്ടമേളം കേൾക്കാം, ടിണ്ടക ടിണ്ടക ടിണ്ടകടോ ടിണ്ടക ടിണ്ടക ടിണ്ടകടോ. കുന്നിൻ മുകളിലെ പള്ളിയിൽ നിന്നും ബാൻഡുമേളം കേൾക്കാം, താഴ്വാരത്തിലെ പള്ളിയിൽ നിന്നും ദഫുമുട്ടു കേൾക്കാം, ധപ് 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 ധപ്. എല്ലാ മേളവും ഒത്തുചേർന്നാൽ ഇമ്പമുള്ള മേളം, ഡിണ്ടക ഡിണ്ടക ഡിണ്ടകടോ ബും 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 ധപ് ധപ് ധപ്. മക്കൾക്ക് ഇഷ്ടമായോ? എന്നാൽ ടീച്ചറ് മക്കൾക്കത് കളിച്ചു തരട്ടെ. മക്കളൊന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ. ടീച്ചറ് ഓരോ ലൈനായിട്ട് മക്കൾക്ക് പാടിത്തരാം. റെഡിയല്ലേ? റെഡിയാണല്ലേ. അമ്പലത്തിൽ ഉത്സവത്തിനു ചെണ്ടമേളം കേൾക്കാം. എല്ലാവരും ചെണ്ട കൊട്ടുന്ന കാണിക്കണേ. ടിങ്കട ടിണ്ടക ടിണ്ടകടോ ടിണ്ടക ടിണ്ടക ടിണ്ടകടോ ടിണ്ടക ടിണ്ടക ടിണ്ടകടോ ടിണ്ടക ടിണ്ടക ടിണ്ടകടോ. മക്കൾ ചെയ്തല്ലോ. കുന്നിൻ മുകളിലെ പള്ളിയിൽ നിന്നും ബാൻഡുമേളം കേൾക്കാം. മോനെ പിടിക്കണം. മക്കൾ നന്നായി ചെയ്തു കേട്ടോ. താഴ്വാരത്തിലെ പള്ളിയിൽ നിന്നും ദഫുമുട്ടു കേൾക്കാം, ദും 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 ദപ് 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 ദപ്. എല്ലാ മേളവും ഒത്തുചേർന്നാൽ ഇമ്പമുള്ള മേളം, ടിണ്ടക ടിണ്ടക ടിണ്ടകടോ ടിണ്ടക ടിണ്ടക ടിണ്ടകടോ ദും ദും ബും 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 ദപ് 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 ദപ്. മക്കളെല്ലാവരും ടീച്ചറിൻ്റെ കൂടെ കളിച്ചല്ലോ. മക്കൾക്ക് സന്തോഷമായല്ലേ? നമുക്ക് നല്ല ആരോഗ്യം കിട്ടി, മനസ്സിന് നല്ല സന്തോഷം കിട്ടി. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് മക്കളിത് കളിച്ച് പഠിക്കുമോ? പഠിക്കുമല്ലേ? ഓക്കെ, ടാറ്റാ. എല്ലാവർക്കും നമസ്തേ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമസ്തേ. എല്ലാവരും വ്യായാമ പാട്ടൊക്കെ കേട്ട് വ്യായാമമൊക്കെ ചെയ്തു നോക്കിയോ? എല്ലാവരും എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം കേട്ടോ. ടീച്ചർ ഇന്ന് വന്നത് കൂട്ടുകാർക്ക് നല്ല ഒരു കഥ പറഞ്ഞു തരാനാണ്. എല്ലാവർക്കും കഥ ഇഷ്ടല്ലേ? എന്നാൽ ടീച്ചർ പറയുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.
പണ്ട് പണ്ട് ഒരിടത്ത് ഒരു ചക്കിപ്പൂച്ചയും 2 മക്കളും താമസിച്ചിരുന്നു. ആരാ? ചക്കിപ്പൂച്ചയും 2 മക്കളും. ചക്കിപ്പൂച്ചയെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇതാണ് ചക്കിപ്പൂച്ച. കണ്ടോ? ടീച്ചർ ഈ ചിത്രം ഇവിടെ വെക്കട്ടെ. ചക്കിപ്പൂച്ച എല്ലാ ദിവസവും അമ്പലത്തിൽ പായസം കുടിക്കാൻ പോകാറുണ്ട്. ആരാ ചക്കിപ്പൂച്ചക്ക് പായസം കൊടുക്കുന്നതെന്നറിയാമോ? അമ്പലത്തിലെ പൂജാരിയാണ്. നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാറില്ലേ? നമ്മൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? പ്രാർത്ഥിക്കാനാണ് പോകുന്നത് അല്ലേ? ചക്കിപ്പൂച്ചയും മക്കളും എന്തിനാ പോകുന്നത്? പായസം കുടിക്കാൻ. അന്നൊരു ദിവസം അമ്പലത്തിൽ പോയില്ല. എന്താണെന്നറിയാമോ? ചക്കിപ്പൂച്ചയുടെ കൂട്ടുകാരിയായ മിന്നുപ്പൂച്ചയുടെ വീട്ടിൽ കല്യാണമാ. കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു ചക്കിപ്പൂച്ചയെയും മക്കളെയും. അതുകൊണ്ട് ചക്കിപ്പൂച്ചയും മക്കളും അന്ന് കല്യാണത്തിനാ പോകുന്നത്. ചക്കിപ്പൂച്ചയുടെ മക്കളെ കാണണ്ടേ കൂട്ടുകാരെ? ഇതാണ് ചക്കിപ്പൂച്ചയുടെ മക്കൾ. ചക്കിപ്പൂച്ച എങ്ങനെയാ മക്കളെ വിളിക്കുന്നറിയാമോ? മ്യാവ് മ്യാവ്. അപ്പോൾ മക്കൾ ഓടിയെത്തും. ദാ കണ്ടില്ലേ? ചക്കിപ്പൂച്ചയുടെ മക്കളെ കണ്ടില്ലേ? ആരുടെ വീട്ടിലാണ് കല്യാണത്തിന് പോകുന്നത്? മിന്നുപ്പൂച്ചയുടെ വീട്ടിൽ. ഇതാണ് നമ്മുടെ മിന്നുപ്പൂച്ച. അങ്ങനെ ചക്കിപ്പൂച്ചയും മക്കളും മിന്നുപ്പൂച്ചയുടെ വീട്ടിൽ കല്യാണത്തിന് പോകുന്ന. കല്യാണം എവിടെയാണെന്നറിയാമോ? അമ്പലത്തിനടുത്താണ്. മിന്നുപ്പൂച്ചയുടെ വീട് അമ്പലത്തിനടുത്താണ്. ചക്കിപ്പൂച്ചയും മക്കളും നടന്ന് അമ്പലത്തിനടുത്ത് എത്തിയപ്പോൾ പെട്ടെന്നൊരു കുറുക്കൻ്റെ മുന്നിൽ ചെന്ന് വെട്ടു. കുറുക്കനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇതാണ് കുറുക്കൻ. ചക്കിപ്പൂച്ചയോട് എന്താ കുറുക്കൻ പറഞ്ഞിട്ടുണ്ടാവുക? ചക്കിപ്പൂച്ചേ, ഞാൻ നിന്റെ മക്കളെ ഇപ്പം പിടിച്ചു തിന്നു. അപ്പോൾ ചക്കിപ്പൂച്ച പറഞ്ഞു, അയ്യോ കുറുക്കച്ചാരെ, എൻ്റെ മക്കളെ ഒന്നും ചെയ്യല്ലേ, നമ്മൾ കല്യാണത്തിന് പോകുന്നതാണ്, ഒന്നും ചെയ്യല്ലേ. അപ്പോൾ കുറുക്കൻ എന്ത് പറഞ്ഞു? എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഞാൻ ഇപ്പം പിടിച്ചു തിന്നു. ഇത് കേട്ടപ്പോൾ മിന്നുപ്പൂച്ച ഓടി വന്നു. ചക്കിപ്പൂച്ചയും കുറുക്കനും സംസാരിക്കുന്നത് മിന്നുപ്പൂച്ച കേട്ടു. മിന്നുപ്പൂച്ച ഓടി വന്ന് ചോദിച്ചു, എന്താ ചക്കിപ്പൂച്ചേ, എന്താ ഇവിടുന്നൊരു ശബ്ദം കേൾക്കുന്നത്? ചക്കിപ്പൂച്ച കാര്യങ്ങളെല്ലാം മിന്നുപ്പൂച്ചയോട് പറഞ്ഞു. അപ്പോൾ മിന്നുപ്പൂച്ച പറഞ്ഞു, കുറുക്കച്ചാരെ, നീ എന്തിനാ ചക്കിപ്പൂച്ചയുടെ മക്കളെ ഉപദ്രവിക്കുന്നത്? നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് വയറ് നിറയും പായസവും ചോറും ഒക്കെ തരാം. പായസം എന്ന് കേട്ടപ്പോൾ കുറുക്കൻ എന്ത് ചെയ്തു? മിന്നുപ്പൂച്ചയുടെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി. അങ്ങനെ ചക്കിപ്പൂച്ചയും മക്കളും കുറുക്കനുമൊക്കെ മിന്നുപ്പൂച്ചയുടെ കൂടെ പോയി. മിന്നുപ്പൂച്ച എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാവർക്കും ആഹാരം പങ്കുവെച്ചു കൊടുത്തു. ദാ കണ്ടില്ലേ? ആഹാരം പങ്കുവെച്ച് കഴിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ? കുറുക്കനും ചക്കിപ്പൂച്ചയും മക്കളും ഒക്കെ ആഹാരം പങ്കുവെച്ച് കഴിക്കുന്നത് കണ്ടില്ലേ? ചക്കിപ്പൂച്ചയും മക്കളും എല്ലാ ദിവസവും എവിടെയാ പോകാറ്? അമ്പലത്തിൽ പായസം കുടിക്കാനാണ് പോകാറ് അല്ലേ? ചക്കിപ്പൂച്ച ആരുടെ വീട്ടിലാ കല്യാണത്തിന് പോയത്? മിന്നുപ്പൂച്ചയുടെ വീട്ടിൽ. എല്ലാവർക്കും കഥ ഇഷ്ടായോ? എന്നാ ഈ കഥ എല്ലാവരും വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ബൈ. ഹായ് മക്കളെ, എല്ലാവരും പാട്ടും കഥയും കേട്ടിരിക്കുകയാണല്ലേ? നമ്മൾക്കൊരു ചിത്രമായാലോ? മക്കൾക്ക് ചിത്രം വരയാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? പക്ഷേ ടീച്ചർ വരക്കാൻ പോകുന്ന ചിത്രം എങ്ങനെയാണെന്നോ? അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ചിത്രമാണ് വരക്കാൻ പോകുന്നത്. എങ്ങനെയുള്ള ചിത്രമാ? അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ചിത്രം. നമ്മൾക്കൊന്ന് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ദാ ടീച്ചർ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മക്കളൊന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ?
ടീച്ചർ ഇപ്പം എന്താ ചെയ്തത്? ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആ, ടീച്ചർ ഇപ്പോൾ ഒരു അക്ഷരം എഴുതിയിട്ടുണ്ട്. ഇത് ഏതക്ഷരമാണെന്നറിയോ മക്കൾക്ക്? ഏതക്ഷരമാ? ആ, ഇതാണ് റാ എന്ന അക്ഷരം. ഏതാ? റാ എന്ന അക്ഷരം. ഇനി ടീച്ചർ ഏതക്ഷരമാണ് എഴുതുന്നതെന്ന് മക്കളൊന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ? ദാ നേരത്തെ എഴുതിയതുപോലെ തന്നെ ടീച്ചർ വീണ്ടും ഒരു റാ എഴുതി. ഈ റായെ ടീച്ചർ എന്ത് ചെയ്യാൻ പോകുന്നു? ദാ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടുന്നു. ഇപ്പോൾ ഇത് ഏതക്ഷരമാണ് മക്കളെ? ഏതക്ഷരമാണ്? ആ, ഇതാണ് രാ എന്ന അക്ഷരം. ഏതാ? ആ, രാ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. രാ. ഇനി ടീച്ചർ ഏതക്ഷരമാണ് എഴുതാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കണേ. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ തന്നെ ദാ ടീച്ചർ ആദ്യം റാ എന്ന് എഴുതി. മക്കളൊന്ന് ശ്രദ്ധിച്ചേ. ആ, റായല്ലേ? ഇനി ടീച്ചർ എന്ത് ചെയ്യും? ദാ ഇതിൻ്റെ ഉള്ളിൽ കൂടി ദേ കണ്ടേ. ആ, ഇപ്പോൾ ഉള്ളിലേക്ക് കൂട്ടിയല്ലേ? ഇപ്പോൾ ഇത് ഏതക്ഷരം എന്നാ ടീച്ചർ പറഞ്ഞു തന്നേ? ആ, രാ എന്ന അക്ഷരമാണല്ലേ? ഇനി ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മക്കളൊന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ? ദാ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ ഇത് ഏതക്ഷരമാണ്? താ എന്ന അക്ഷരമാണ്. ഏതാ? താ എന്ന അക്ഷരമല്ലേ? എങ്ങനെ ടീച്ചർ താ എന്ന് എഴുതിയേ? ആ, ആദ്യം റാ വരച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂട്ടിയപ്പോൾ അതെന്തക്ഷരമായി? രായായി. പിന്നെ ടീച്ചർ എന്ത് ചെയ്തു? ഇതിൽ കൂടി പുറത്തേക്ക് എടുത്തു അല്ലേ? അപ്പോൾ ഏതക്ഷരമായി? താ എന്ന അക്ഷരമായി. ടീച്ചർ ഈ താ എന്ന അക്ഷരം ഉപയോഗിച്ച് ഒരു ആനയാണ് വരക്കാൻ പോകുന്നത്. മക്കൾ ആനയെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലേ? എന്നാൽ ടീച്ചർ എങ്ങനെയാണ് തായ് ഉപയോഗിച്ച് ആനയെ വരക്കുന്നതെന്ന് മക്കളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് വരക്കാം. ആ, എല്ലാവരും പേപ്പറും പെൻസിലും എടുത്തു വെക്കണേ. ദാ ടീച്ചർ എങ്ങനെയാ വരക്കുന്നതെന്ന് മക്കളൊന്ന് ശ്രദ്ധിക്കണേ. ദാ ആദ്യം ടീച്ചർ പറഞ്ഞു റാ വരക്കാൻ പറഞ്ഞു അല്ലേ? എങ്ങനെയാ റാ വരച്ചത്? ദാ ഇതിൽ കൂടെ മുകളിലേക്ക് വരച്ചു അല്ലേ? ഇനിയോ എന്ത് വേണം? താഴോട്ട് വരക്കണം അല്ലേ? ആ, ദാ ടീച്ചർ താഴോട്ട് വരക്കുന്നത് കണ്ടേ മക്കള്? കണ്ടോ? ദാ കണ്ടോ? ഇപ്പോൾ റായായി അല്ലേ? ഇനി എന്താ വേണ്ടേ? ഇതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടണമല്ലേ? ആ, ദാ രായായി അല്ലേ? ഇനി എന്ത് വേണം? പുറത്തേക്ക് എടുക്കണം. കണ്ടോ മക്കളെ? എല്ലാവരും ചെയ്യുന്നില്ലേ? ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ലേ? ആ, ടീച്ചർ ആദ്യമേ മക്കൾക്ക് താ എന്ന് എഴുതാൻ പറഞ്ഞു തന്നല്ലേ? കണ്ടോ? ഇപ്പോൾ എന്തായി? തായായി അല്ലേ? ഇനിയാണ് ടീച്ചർ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. കണ്ടോ? ദാ താഴോട്ടൊന്ന് വരച്ചേ. കണ്ടോ? കണ്ടോ? മക്കൾ വരക്കുന്നുണ്ടോ? ആ, ഇനി മുകളിലേക്കാണ് ടീച്ചർ വരച്ചതല്ലേ? കണ്ടോ? ഇതുപോലെ മക്കൾ വരച്ചോ? വരച്ചോ? ആ, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദാ ഇവിടുന്ന് ചെറുതായി ഒന്ന് വളച്ചെടുക്കണം. കണ്ടോ? ടീച്ചർ വളച്ചെടുത്തത് കണ്ടോ? ആ, ഇനി എന്ത് ചെയ്യണം? വീണ്ടും ദാ താഴോട്ട് വരക്കണം. കണ്ടോ? എല്ലാവരും വരച്ചേ. ദാ താഴോട്ട് വരച്ചേ. കണ്ടോ? ഇപ്പോഴെന്തായി? ആനയുടെ തുമ്പിക്കൈയായി അല്ലേ? എന്തായത്? ആനയുടെ തുമ്പിക്കൈ. ഇനി എന്തൊക്കെ വേണം ആനയ്ക്ക്? എന്തൊക്കെ വേണം? കാല് വേണം ഇല്ലേ? കാല് വരയ്ക്കട്ടെ നമുക്ക്. കണ്ടോ? ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇനി മെല്ലെ കുറച്ചും കൂടി ഇങ്ങോട്ട് താഴോട്ടൊന്ന് വരച്ചു. വരച്ചോ മക്കളെ? വരച്ചോ? ആ, ഇനി എന്ത് ചെയ്യണം? വീണ്ടും മുകളിലേക്കൊന്ന് വരക്ക്. ഇപ്പോഴെന്തായി? ആനയുടെ വായായി അല്ലേ? ഇനി നമുക്ക് കാല് വരയ്ക്കാം. ദാ ഇനി താഴോട്ടൊന്ന് വരച്ചേ. കണ്ടോ? ടീച്ചർ വരയ്ക്കുന്നത് കണ്ടോ? കണ്ടോ? ഇതുപോലെ മക്കളെല്ലാവരും വരച്ചോ? കാണട്ടെ, മക്കൾ വരച്ചതൊന്ന് കാണട്ടെ.
ആ മിടുക്കരാണ് കേട്ടോ, മക്കള് വരയ്ക്കുന്നുണ്ടല്ലോ. ഇനി എന്താ ചെയ്യണ്ടേന്നറിയോ? ദാ വീണ്ടും ദാ കുറച്ച് മുന്നോട്ട് വരച്ചേ. വരച്ചോ മക്കള്? വരച്ചല്ലേ? ഇനി എന്ത് ചെയ്യണം? വീണ്ടും മുകളിലേക്ക് വരയ്ക്കണം. കണ്ടോ? ദാ ടീച്ചർ എന്താ ചെയ്യുന്ന നോക്കിയേ. കണ്ടോ? ആ ടീച്ചർ മുകളിലേക്ക് വീണ്ടും വരച്ചു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ദാ വീണ്ടും താഴോട്ട് ടീച്ചർ വരച്ചു. ഇതുപോലെ മക്കൾ വരച്ചോ? വരച്ചോ? ദാ കണ്ടേ, ദാ ഈ കാലിലേക്കൊന്ന് യോജിപ്പിച്ച മക്കള്. യോജിപ്പിച്ചോ? ആ ഇപ്പോൾ മക്കളൊന്ന് നോക്കിയേ. ആനയുടെ 2 കാലുകളായി അല്ലേ? ആനയുടെ എത്ര കാലായി? 2 കാലായി. ഇനി എന്ത് വരക്കണം? നമുക്ക് ആനയുടെ വയറ് വരച്ചാലോ? എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ടീച്ചർ ദാ ആനയുടെ വയറ് വരച്ചു. ഇനി എന്താ ചെയ്യാ? ആനയ്ക്ക് 2 കാല് മാത്രമാണോ ഉള്ളേ? അല്ല അല്ലേ, ആനയ്ക്ക് എത്ര കാലുണ്ട്? 4 കാലുണ്ട്. നമ്മൾക്ക് ഇനിയും 2 കാലും കൂടി വരയ്ക്കണ്ടേ? ദാ എല്ലാവരും എന്ത് ചെയ്യണം? വീണ്ടും താഴോട്ട് വരയ്ക്കണം. വരച്ചോ മക്കള്? ആ ഇനി എന്ത് ചെയ്യണം? മുന്നോട്ട് ചെറിയ ഒരു വര വരയ്ക്കണം. വരച്ചോ? ഇനി വീണ്ടും എന്ത് ചെയ്യണം? മുകളിലേക്ക് വരയ്ക്കണം. വരച്ചോ മക്കള്? ആ ഇനി എന്ത് ചെയ്യണം? വീണ്ടും താഴോട്ട് വരയ്ക്കണം. കണ്ടോ മക്കൾ? ഇതുപോലെ വരച്ചോ? വരച്ചോ? ആ ഇനി എന്ത് ചെയ്യണം? ഈ കാലിനോട് യോജിപ്പിക്കണം. ഇപ്പോഴെന്തായി? പിന്നിലെ കാലും വരച്ചു അല്ലേ? ആനയ്ക്ക് എത്ര കാലുണ്ടെന്നാ ടീച്ചർ പറഞ്ഞു തന്നത്? 4 കാലുണ്ടല്ലേ? ഇതാ 1 2 3 4 അല്ലേ? 4 കാലും ടീച്ചർ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ദാ ഇവിടുന്ന് ഇതിലേക്ക് യോജിപ്പിക്കണം. ഇപ്പോൾ മക്കൾ നോക്കിയേ, ആനയായോ? ഇല്ല അല്ലേ? ആനയ്ക്ക് എന്തൊക്കെ ഇനിയും വേണം? കണ്ണ് വേണം, വാല് വേണം. ഇനി ആനയുടെ കാലിൻ്റെ നഖം വരയ്ക്കണ്ടേ? അത് എങ്ങനെയാ വരയ്ക്കേണ്ടത്? ദാ ടീച്ചർ ആദ്യം റാ വരക്കാൻ പഠിപ്പിച്ചിരുന്നു മക്കളെ അല്ലേ? ഒരു ചെറിയ റാ ഇവിടെ ഒന്ന് വരച്ചേ മക്കള്. കണ്ടോ? ടീച്ചർ വരച്ചത് കണ്ടോ? ആ ഇനി എന്ത് ചെയ്യണം? ഇതിലും ചെറിയ വേറൊരു റാ കൂടി വരക്കണം. കണ്ടോ? ആ ഇതുപോലെ അടുത്ത കാലിനും വരക്കണം. ദാ വലിയ റാ, ചെറിയ റാ. കണ്ടോ മക്കള്? ഇവിടെയും വരക്കണ്ടേ? ദാ വലിയ റാ വരച്ചു, ചെറിയ റാ വരച്ചു. പിന്നെയോ വലിയ റാ വരച്ചു, ചെറിയ റാ വരച്ചു. ഇപ്പം മക്കൾ നോക്കിയേ, ആനയുടെ കാല് പൂർണ്ണമായില്ലേ? ഇനി നമുക്ക് ആനയ്ക്ക് എന്ത് വേണം? എന്താ? ആ കണ്ണ് വേണമല്ലേ? ആനയുടെ കണ്ണ് എങ്ങനെയാ മക്കളെ? വലിയതാണോ? അല്ല അല്ലേ? പിന്നെയോ ചെറിയ കണ്ണാണ്. അപ്പോൾ നമുക്ക് ആനയ്ക്ക് കണ്ണ് വരയ്ക്കണ്ടേ? ആദ്യം എന്ത് ചെയ്യണം? ദാ ഇതുപോലെ ചെറിയൊരു വട്ടം വരയ്ക്കണം. വരച്ചോ മക്കളെ? വരച്ചോ? എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ നടുവ് ചെറിയൊരു കുത്ത് വരയ്ക്കണം. കണ്ടോ? കണ്ടോ? ആ ആനയ്ക്ക് കണ്ണായി അല്ലേ? ഇനി എന്താ വേണ്ടേ? എന്താ? ആ വാല് വേണം. കണ്ടോ ടീച്ചർ വാല് വരയ്ക്കുന്ന കണ്ടോ? താഴോട്ട് ഒരു വര വരയ്ക്കണം. ഇനി എന്ത് ചെയ്യണം? ഈ വരയിൽ കൂടി ചെറിയ ചെറിയ വരകൾ കൂടി വരക്കണം. കണ്ടോ ടീച്ചർ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് മക്കളൊന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ? ചെറിയ ചെറിയ വരകൾ കൂടി ടീച്ചർ വരച്ചു അല്ലേ? ഇപ്പോൾ നോക്കിയേ, ആനയുടെ വാലുമായി അല്ലേ? ഈ ആനയെ നോക്കിയ മക്കളെ, തുമ്പിക്കൈയുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, പിന്നെയോ 4 കാലുണ്ട്, വാലുണ്ട്. കണ്ടോ മക്കളെ? മക്കളെല്ലാവരും ചിത്രമൊന്ന് ടീച്ചറെ ഉയർത്തി കാണിച്ചേ. ആ റെഡിയായി അല്ലേ? നല്ല മക്കളാണ് കേട്ടോ. ടീച്ചർ ഇതുപോലത്തെ വേറൊരു ആനയെ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മക്കൾക്ക് കാണണ്ടേ? കണ്ടോ? ആനയെ കണ്ടോ?
ഇതുപോലത്തെ തായ് ഉപയോഗിച്ചിട്ട് ടീച്ചർ വരച്ച ആനയെ മക്കൾ കണ്ടോ? ഇതുപോലെയല്ലേ മക്കൾ വരച്ചത്? ആ അതെ അല്ലേ, മക്കൾക്ക് ഇഷ്ടമായോ ഇത്? ഇതുപോലെ മക്കൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്നും അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് ടീച്ചർക്ക് കാണിച്ചു തരണം കേട്ടോ. അടുത്ത ദിവസം ടീച്ചർ വേറൊരു സൂത്രമായിട്ട് വരാം. ബൈ. അടുത്ത ദിവസം ക്ലേയോ അല്ലെങ്കിൽ ചപ്പാത്തി മാവ് ഒരു ഉരുളയും എടുത്തു വയ്ക്കണേ. ടീച്ചർ നാളെ വേറൊരു സൂത്രം പറഞ്ഞു തരാം. ആരാധനാലയങ്ങൾ എന്ന തീമിൽ ഇന്ന് ക്ലാസ് ആരംഭിച്ചത് ഒരു വ്യായാമ പാട്ടോടുകൂടിയാണ്. പ്രീ സ്കൂൾ കാലഘട്ടം എന്നാൽ കുഞ്ഞിൻ്റെ ബൗദ്ധിക വളർച്ച മാത്രമല്ല, മറിച്ച് ശാരീരിക ചാലക വികാസത്തിനുള്ള അവസരവും കൂടിയാണെന്ന് നാം മറന്നു പോകരുത്. പുറത്തെങ്ങും പോകാനാവാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന കുട്ടികൾക്ക് കളിക്കാനും വ്യായാമം ചെയ്യാനുമുള്ള അവസരം നാം ഒരുക്കി കൊടുക്കണം. കളികൾ കുട്ടികളുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം പകരുന്നു. ഒരു വ്യായാമ പാട്ട് കേട്ട് ടീച്ചർക്കൊപ്പം ചുവടുകൾ വയ്ക്കുമ്പോൾ കുട്ടി അവൻ പോലും അറിയാതെ ശരീരമിളക്കി സന്തോഷത്തോടെ വ്യായാമം ചെയ്യുന്നു. അതുവഴി അവൻ്റെ സ്ഥൂലപേശി വികാസം, ശാരീരിക ചാലക വികാസം എന്നിവ സംഭവിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുകയുള്ളൂ. ടി വിയിലെ കാർട്ടൂണുകൾക്കും മൊബൈലിലെ ഗെയിമുകൾക്കും മുൻപിലും ചടഞ്ഞിരിക്കാൻ കുട്ടികളെ അനുവദിക്കാതെ പുറത്തിറങ്ങി കളിക്കാനും വ്യായാമം ചെയ്യുവാനുള്ള അവസരം അമ്മമാർ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുമല്ലോ. ഇന്ന് രണ്ടാമത്തെ പ്രവർത്തനം ഒരു കഥയായിരുന്നു. ചക്കിപ്പൂച്ചയും കുഞ്ഞുങ്ങളും ഒരു കല്യാണത്തിന് പോയ കഥ. കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നാൻ വന്ന കുറുക്കനിൽ നിന്ന് അമ്മപ്പൂച്ച കുഞ്ഞുങ്ങളെ രക്ഷിച്ച കഥ. പ്രീ സ്കൂൾ കുട്ടികൾക്ക് അവൻ്റെ ചുറ്റിലുമുള്ള ലോകം ഒരു കളിക്കൂടാണ്. മനുഷ്യരും മൃഗങ്ങളും മത്സ്യങ്ങളും മരങ്ങളുമൊക്കെ അവൻ്റെ കളിക്കൂട്ടുകാരും. കുടുംബത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് കുട്ടികൾ വരുന്ന പ്രായമാണ് പ്രീ സ്കൂൾ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കഥ കുട്ടിയുടെ സാമൂഹിക വൈകാരിക വികാസത്തിന് അടിത്തറപ്പാകുന്നു. അതുപോലെ കഥ കുട്ടിയുടെ ഭാഷാ വികാസത്തിനും ഭാവനാ വികാസത്തിനും ഏറെ സഹായിക്കുന്നു. ഇന്ന് മൂന്നാമത്തെ പ്രവർത്തനം അക്ഷരചിത്ര നിർമ്മാണമായിരുന്നു. ത എന്ന അക്ഷരത്തിൽ നിന്ന് ആനയെ ഉണ്ടാക്കുന്ന വിദ്യ. പ്രീ സ്കൂൾ കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ അക്ഷരങ്ങളും അക്കങ്ങളുടെയും ഒക്കെ ഘടന പരിചയപ്പെടുന്നത്. സ്കൂൾ റെഡിനെസ്സിലേക്ക് കുട്ടികളെ ഒരുക്കേണ്ട പ്രായവും ഇതാണ്. ഓരോ അക്ഷരത്തിൽ നിന്നും വിവിധങ്ങളായ ആകൃതികളും രൂപങ്ങളും ഉണ്ടാക്കാമെന്ന അറിവ് അക്ഷരപഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ കുട്ടികൾക്ക് കഴിയുന്നു. ഇതോടെ ഇന്നത്തെ പ്രവർത്തനം പൂർണ്ണമാകുന്നു. നാളെ കൂടുതൽ കളിച്ചിരികളും പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.